ദൈവത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും അന്വേഷണവും പ്രാർത്ഥനകളും ഒന്നുമില്ലെങ്കിലും മനുഷ്യന് സുഖകരമായി ഈ ഭൂമിയിൽ ജീവിച്ചുകൂടെ? പലപ്പോഴും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും ഒക്കെയായ ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. മറ്റൊരു കാര്യം, ദൈവമുണ്ട് എന്ന് കരുതുന്ന ആളുകളിലില്ലാത്ത ജീവിത മൂല്യങ്ങൾ ദൈവ നിഷേധികളായ ആളുകളിലുണ്ട്. മനുഷ്യസ്നേഹം, സഹജീവി സ്നേഹം, സാമൂഹ്യ ബോധം, ഇതിലൊക്കെ നിരീശ്വരന്മാരോ യുക്തിവാദികളോ ഒരളവ് മുൻപിലാണ് എന്നും അവർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് മനുഷ്യന് നല്ലവനായി ജീവിക്കാൻ, സന്മാർഗ ബോധമുള്ളവനായി ജീവിക്കാൻ ദൈവമോ ആത്മീയതയോ ആവശ്യമില്ല എന്ന ഒരു ചിന്തയുണ്ട്. കുറേയൊക്കെ അതിൽ ശരിയുണ്ട്. കാരണം മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തിനും മനുഷ്യൻ്റെ ഉയർന്ന ജീവിത ചിന്തയ്ക്കുമൊക്കെ കുറേയൊക്കെ ആധാരം അവൻ്റെ ജീവിത പരിസരങ്ങളും പരമ്പരാഗത മൂല്യങ്ങളും കുടുംബാന്തരീക്ഷവും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ കൊണ്ടുള്ള പല ഘടകങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനായി രൂപപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ എനിക്ക് ഉള്ള ചില കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ഒന്ന് പറയേണ്ടതുണ്ട്. ദൈവം എന്ന ആ യാഥാർത്ഥ്യത്തെ, സത്യത്തെ മനുഷ്യൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതൊരു വലിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ കണ്ടെത്തിയതാണ് ദൈവത്തെ എന്ന് ഞാൻ ധരിക്കുന്നില്ല. മനുഷ്യൻ അന്വേഷിച്ചാലോ, ആ സത്യം തേടിയാലോ, ആ പൊരുൾ തേടിയാലോ, ആ പൊരുൾ തേടുന്നവനും തേടാതിരിക്കുന്നവനും തമ്മിൽ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തെ തേടാത്തവനും തേടിയവനുമുള്ള ദൈവാനുഭവം ഒരുപോലെയാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ, ദൈവം നിഷേധിക്കും ദൈവമുള്ളവനും ദൈവം ഒരുപോലെ കാലാവസ്ഥയെ വിന്യസിക്കുന്നു. മഴ പെയ്യ്ക്കുന്നു, വെയിൽ നൽകുന്നു, ഈ പ്രപഞ്ചം ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നു, ഈ സംവിധാനങ്ങളെല്ലാം ഒരുപോലെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം എന്ന ആ സത്യത്തെ മനുഷ്യൻ കണ്ടെത്തുക എന്ന അവൻ്റെ ശ്രമം, ആ ശ്രമമാണ് സത്യത്തിൽ മതം. മതം ഒരിക്കലും ദൈവത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ സത്യമല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസാധിഷ്ഠിതമായ ചില അന്വേഷണങ്ങളാണ്. അതിൻ്റെ തുടക്കക്കാർ, ആ അന്വേഷണം നടത്തിയ നമ്മുടെ പൂർവികന്മാർ, അതേക്കുറിച്ച് കണ്ടെത്തിയ ചിന്തകൾക്ക് പിൽക്കാലത്ത് വന്നവർ കൊടുത്ത ചില ഭാഷ്യങ്ങളും വിശദീകരണങ്ങളും മാത്രമാണ് മതഗ്രന്ഥങ്ങളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ഗ്രന്ഥങ്ങളും. ബൈബിളിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് അത് മതഗ്രന്ഥം എന്നതിനപ്പുറത്ത് ആത്മീയതയുടെ ഒരു വിശദീകരണമാണ്. അതിന് മതഗ്രന്ഥം എന്ന് ഞാൻ പേർ വിളിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. കേവലം ഒരു മതഗ്രന്ഥം എന്ന് വിളിക്കാതിരിക്കാൻ അതിൻ്റെ കാരണം, ക്രിസ്തീയ ജീവിതം എന്നത്, ഒരു ക്രിസ്തീയ വിശ്വാസം എന്നത് ഒരു ജീവിതചര്യയാണ്. ഞാൻ പലപ്പോഴും അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. മതം എന്ന് പറയുന്ന ആ ചട്ടക്കൂടിന് പുറത്തിറങ്ങി നിങ്ങൾ ബൈബിളിനെ കണ്ടാൽ ആ സത്യം എളുപ്പത്തിൽ മനസ്സിലാകും. അതിന് പുറത്തിറങ്ങി കാണാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. കാരണം സംഘടിത ക്രിസ്തുമതം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആ മതാത്മകമായ ആ ലോകം നമുക്ക് തരാത്ത ഉൾക്കാഴ്ചകൾ ഒരു നിഷ്പക്ഷ ബൈബിൾ വായനക്കാരന് കിട്ടും. ചിലപ്പോഴൊക്കെ അത് ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിൽക്കാതെ പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം KP അപ്പൻ എന്ന നമ്മുടെ നാം എല്ലാം പ്രിയപ്പെടുന്ന സാഹിത്യകാരൻ, നിരൂപകൻ അപ്പൻ സാറിൻ്റെ പഠനങ്ങളിൽ ബൈബിളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു സ്വതന്ത്ര നിരീക്ഷകൻ്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ അതേ ഒരിക്കലും ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ ആ ചുറ്റുപാടിനുള്ളിൽ ഒതുങ്ങിക്കിടക്കാൻ ഇഷ്ടപ്പെടാതെ അതിനപ്പുറത്തേക്ക് ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ ചെന്ന് നിൽക്കുന്ന ഒരു വീക്ഷണഗതി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത്രയും നീട്ടിപ്പറയുന്ന മറ്റൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനാണ്. എന്താണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ദൈവം എന്ന ആശയം, ആ ചിന്ത എന്താണ്? ബൈബിളിൻ്റെ വീക്ഷണത്തിൽ തന്നെ പറഞ്ഞാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എത്ര നിരാശ തോന്നുന്നൊരു വാക്കാണത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി. മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങളെക്കുറിച്ച് വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്.
മനുഷ്യൻ ദൈവത്തെ തപ്പി നോക്കുക എന്നത് ശരിയായി പഠിച്ചാൽ ഇങ്ങനെ തൊട്ടൊന്നറിയാൻ പറ്റുമോ അതിനുള്ള ശ്രമം നടത്തി. ആ ശ്രമം അതുകൊണ്ട് ഇങ്ങനെ നടത്തിയ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ഉത്തരവും കണ്ടെത്താൻ പറ്റിയില്ല. മതഗ്രന്ഥങ്ങൾ പഠിക്കുകയോ തീർത്ഥാടനം നടത്തുകയോ ഒക്കെ ചെയ്യുക വഴി കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു വസ്തുത അറിയാം. എൻ്റെ നാട് ശബരിമലക്കടത്ത് എരുമേലി എന്ന സ്ഥലത്താണ്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ധാരാളം അയ്യപ്പ ഭക്തന്മാരുണ്ട്. ഈ സഹോദരങ്ങൾ വളരെ ത്യാഗം സഹിച്ച് ആന്ധ്രയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നുമൊക്കെയുള്ള ധാരാളം ആളുകൾ വരുന്നു. അവർ എരുമേലി വരെ വണ്ടിക്ക് വന്നിട്ട് അവിടുന്ന് ദീർഘദൂരം കാനന പാതയിൽ ചെരുപ്പിടാതെ നടന്നു പോകുകയാണ്. കറുത്ത വസ്ത്രമൊക്കെ ഉടുത്ത് ഇരുമുടി കെട്ടുമെന്തി ത്യാഗികളായി പോവുകയാണ്. അവരെ ചെറിയ കടകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഈ വിരി വെച്ച് വളരെ പ്രാർത്ഥനാനിരതരായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ഒരു സായുജ്യം തേടി പോവുകയാണ്. മലകൾ കടന്ന് കുത്തുള്ള ഇറക്കങ്ങൾ കടന്ന് അപ്പാച്ചിമേട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങൾ കുത്തുകയറ്റമുണ്ട്, കുത്ത് ഇറക്കമുണ്ട്. അവിടെയൊക്കെ വളരെ ത്യാഗം സഹിച്ച് വ്രതം നോറ്റ് ഒക്കെ കടന്നു പോവുകയാണ്. മത്സ്യമാംസാദികളോട് ജീവിത സുഖങ്ങളോട് ഒക്കെ വിട പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ കയറിയും ഇറങ്ങിയും ഈ ശബരിമലയിലെത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് മലയുടെ ആ എൻട്രൻസിലേക്ക്, ആ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിങ്കൽ ഒരു എഴുത്ത് കാണാം. അത് തത്വമസി എന്നാണ്. എന്താണ് തത്വമസി എന്ന് നമുക്കറിയാം. തത്വമസി എന്ന് പറഞ്ഞാൽ നീയാണ് ദൈവം, നീയാണ് ബ്രഹ്മം. അപ്പം അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ബ്രഹ്മം എന്ന ചിന്തയുടെ ഒരു മറുരൂപമാണ് തത്വമസി. നീയാണ് ദേവൻ, നീയാണ് ദൈവം, നിന്നിലാണ് ദൈവം. ഈ ഒരു ആശയം ഒരു ഉയർന്ന തത്വചിന്ത തന്നെയാണ്. ഞാൻ അതിനെ വിമർശിക്കാനൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് ചെല്ലുന്ന ഒരാളോട് ഒരു സന്ദേശം കൊടുക്കുകയാണ്, നീയാണ് ദൈവം, നീ തേടുന്നതല്ല, നിന്നിലുള്ളതാണ് ദൈവം. പക്ഷെ ബൈബിൾ മറ്റൊരു വീക്ഷണമാണ് പറഞ്ഞത്. ആ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, ദൈവം എത്ര മനുഷ്യനെ അന്വേഷിച്ചാലും അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയനാകുന്ന, അവൻ്റെ കാഴ്ചകൾക്ക് മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അത് സാധിക്കില്ലെന്നാണ് എൻ്റെ കാരണം. പരിമിതനായ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നവനല്ല ദൈവം. അപ്പം അപ്പോൾ തന്നെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് പറയുക, അവിടുന്ന് നമ്മിലാർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നൊരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. പിന്നും പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി രൂപപ്പെട്ടപ്പോൾ, ഞാനൊരു പിണ്ഡമായി രൂപപ്പെട്ടപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ച് നീ നിന്റെ പുസ്തകത്തിൽ എഴുതി. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവമേ, നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെയാണ് പോവുക? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. ഞാനിനി ഭൂമിയിൽ അല്ലെങ്കിൽ പാതാളത്തിൽ മറ്റൊരിടത്തിൽ ഒന്ന് വിശ്രമിക്കാനൊരുങ്ങി എൻ്റെ കിടക്ക വിരിച്ച. Today I'm living my dream by working as an occupational therapist with Central London Community Healthcare Trust. It's been 15 months. അവിടെ നീ ഉണ്ട്. ഞാൻ ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കരം എന്നെ പിന്തുടരും. അപ്പോൾ ബൈബിൾ വീക്ഷണത്തിൽ സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ഒരു ദൈവം, ആ ദൈവത്തെ വളരെ കൃത്യതയോടുകൂടി തന്നെ ബൈബിൾ വിശദീകരിച്ചിരിക്കുന്നു. ആ വിശദാംശത്തിൽ നമുക്ക് ഗ്രഹിക്കുന്തോറും ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും കൂടുകയാണ്. അത് ദൈവം അർഹിക്കുന്നു, അത് നമ്മൾ നൽകേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, ഞാൻ ബൈബിൾ വായിച്ചത് കൊണ്ട് മാത്രം ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ആളല്ല. ബൈബിളിലെ അക്ഷരങ്ങളിലൂടെ മാത്രമല്ല ഞാൻ ക്രിസ്തു സാന്നിധ്യം അറിഞ്ഞത്. അതെൻ്റെ സ്വകാര്യത കൂടിയാണ്, അതെൻ്റെ അനുഭവം കൂടിയാണ്. എൻ്റെ അനുഭവവും ബൈബിൾ ചിന്തകളും തമ്മിലുള്ള ആ സമരസപ്പെടലാണ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ആ ആത്മീയതയിൽ എൻ്റെ ആരാധന എന്നത് ഒരു ഞായറാഴ്ച കൂടുന്ന യോഗത്തിൽ കിട്ടുന്ന പാട്ടും പ്രാർത്ഥനയും സങ്കീർത്തന ധ്യാനവും കൊണ്ട് ഒതുങ്ങുന്നതല്ല. മറിച്ച് ആരാധന പോലും ഒരു ജീവിതചര്യയാണ്, ഒരാജീവനാന്ത ബാന്ധവമാണ്. അത് സുഖമുള്ള ഒരു ബന്ധനമാണ്, സുഖമുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ, ഒരു സ്നേഹാധിഷ്ഠിതമായ വേർപിരിയാനാവാത്ത ഒരു ഗാഠബന്ധത്തിൻ്റെ ഒരു ഊഷ്മളതയുടെ പേരാണ് എനിക്ക് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ആ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ ആചാരാധിഷ്ഠിതമായ ചില ബഹളങ്ങളെക്കാൾ
മതം പടച്ചുകൂട്ടുന്ന ചില ചിന്താധാരകളെക്കാൾ, അതിനുവേണ്ടിയുള്ള കലഹങ്ങളെക്കാൾ, മതം ഉണ്ടാക്കിയെടുത്ത ന്യൂനപക്ഷാവകാശങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ചിന്താഭാവിളികളെക്കാൾ, പള്ളിക്കും ശവക്കോട്ടയ്ക്കും വേണ്ടിയുള്ള ഏറ്റുമുട്ടലിനേക്കാൾ, പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാകാൻ വേണ്ടിയുള്ള മാത്സര്യ മനോഭാവങ്ങളെക്കാൾ ഊർജ്ജസ്വലമായ ഒരു ചിന്ത ഞാൻ കണ്ടെത്തിയ ക്രിസ്തു ചിന്തയ്ക്ക് നൽകാനായിട്ടുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ മനുഷ്യത്വമുണർന്നത്, സാഹോദര്യമുണർന്നത്, എന്നിൽ സഹജീവി സ്നേഹമുണർന്നത്, ക്ഷമയും സന്തോഷവും ആത്മനിറവും ഒക്കെ രൂപപ്പെട്ടത് എനിക്ക് യേശുവിനെ അടുത്ത് അറിയാൻ കഴിഞ്ഞപ്പോഴാണ്, അനുഭവിക്കാൻ സാധിച്ചപ്പോഴാണ്. ഇവിടെ ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ദൈവിക വീക്ഷണത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള ഈ ത്രിയേക സത്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടാവില്ല. കാരണം ക്രൈസ്തവ മാർഗത്തിൻ്റെ ദൈവിക വിജ്ഞാനീയം, അതിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത് സർവശക്തനും സർവജ്ഞാനിയുമായ ആത്യന്തികനായ പരമപ്രധാനിയായ സൃഷ്ടാവായ സകലത്തിനും കാരണഭൂതനായ ഏക സത്യ ദൈവം. അപ്പോൾ ഏകസത്യ ദൈവം എന്നുള്ള ആ സഞ്ചയിൽ, ആ ഒറ്റ ആശയത്തിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. 3 വ്യക്തിത്വങ്ങളായി, 3 ആളുകളായി, 3 പേരായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വേറിട്ട് നിൽക്കുമ്പോഴും ഉള്ളടക്കങ്ങളിൽ, സാരാംശത്തിൽ അത് ഒരാൾ തന്നെ എന്നുള്ള ഒരു വിശ്വാസം, ആ മാർമിക സത്യം ഞാൻ ഏറെ അനുഭവിച്ചും പഠിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയ ഒരാളാണ്. ദൈവിക ത്രിയേകത്വം എന്ന ഈ സത്യം ഒരുതപ്പെട്ട ആളുകളൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ട് ഗ്രഹിക്കാനാവാത്ത ഒരു സങ്കീർണത കൊണ്ട് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ഞാനും അത്തരത്തിൽ ആരാണ് പിതാവ്, ആരാണ് പുത്രൻ, ആരാണ് പരിശുദ്ധാത്മാവ്, ഈ അന്വേഷണങ്ങളുടെ പിന്നാലെ കുറെ പരതിയിട്ട് അതിനെതിരെ ചിന്തിക്കാൻ ശ്രമിച്ച് മുമ്പോട്ട് പോയിട്ട് ഒടുവിൽ ആ സത്യം ബോധ്യപ്പെട്ടപ്പോൾ ആത്മാനിർവൃതിയുടെ, ആത്മീയ സന്തോഷത്തിൻ്റെ, ആ ദൈവിക ചൈതന്യത്തിൻ്റെ ഒരു പുത്തൻ അവബോധത്തിലേക്ക് എൻ്റെ മനസ്സ് ഉണരുകയാണുണ്ടായത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പിതാവ് എന്ന് പറയുന്ന സർവശക്തനായ സർവജ്ഞാനിയായ ആ ദൈവത്തെ മനുഷ്യന് തൊട്ടറിയാനോ ചെന്ന് കാണാനോ ഒരു വിധത്തിലും അങ്ങനെ അടുത്തറിയാൻ മനുഷ്യന് പരിമിതികളുണ്ട്, ഇന്ദ്രിയ ഗോചരമല്ല. പക്ഷേ തൻ്റെ പുത്രനെ അവിടുന്ന് ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി. അപ്പോൾ പുത്രൻ വെളിപ്പെടുത്തി ആരാണ് പിതാവ്. പിതാവിനെ വെളിപ്പെടുത്തിയപ്പോൾ എൻ്റെ ബഹുമാനത്തിനും എൻ്റെ ആദരവിനും ആ സർവശക്തനോടുള്ള എൻ്റെ ഭക്തിക്കും ആ ഭക്തിയും ആദരവും ബഹുമാനവും ആരാധനയും നിലനിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു വികാരം കൂടി രൂപപ്പെട്ടു. കാരണം മറ്റൊന്നല്ല, അത് എൻ്റെ പിതാവാണ്, എൻ്റെ വിശ്വസ്ത പിതാവാണ്. ഒരു വിശ്വസ്തനായ പിതാവിനെ, സ്നേഹമുള്ള പിതാവിനെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെയൊക്കെ ആദരിക്കാം, ആ നിലയിൽ എൻ്റെ ആരാധനയുടെ ചിന്ത മാറി. അപ്പോൾ എനിക്കൊരു കുടുംബ ബന്ധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ബന്ധം. അത് തീർത്ഥാടനം നടത്തി ബേതലഹേമിൽ പോകുന്നതോ ജെറുസലേമിൽ പോകുന്നതോ മനുഷ്യനുണ്ടാക്കി വെച്ച ഏതെങ്കിലും ശില്പത്തെ വണങ്ങുന്നതോ അല്ലെങ്കിൽ യേശുവിൻ്റെ കല്ലറ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉദ്ദീപനമോ യേശു പിറന്ന ഒരു സ്ഥലത്തെക്കുറിച്ചോ പാലസ്തീനെ കുറിച്ചോ ഒക്കെയുള്ള ഒരു ഓർമ്മകളിലൂടെ അഭിരമിക്കുന്ന ഒരു ചരിത്രപുരുഷനെക്കുറിച്ചുള്ള ബോധമോ എന്നതിനപ്പുറത്ത് ക്രിസ്തു വെളിപ്പാട് ഒരു ഊർജപ്രസരണമായി എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായപ്പോൾ ഞാൻ സങ്കീർത്തനം പറഞ്ഞൊരു വാക്യം ഓർമ്മിക്കുന്നു: യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വീണ്ടും പുത്രനെ എനിക്ക് അടുത്തറിയാൻ സാധിച്ചത് പ്രണയാബദ്ധമായ, അനുരാഗനിബദ്ധമായ, ഹൃദയസ്പർശിയായ ആ ബന്ധത്തിൻ്റെ ഗാഢതയിലാണെങ്കിൽ, പിതാവ് സൃഷ്ടിക്ക് കാരണഭൂതനായി സകലവും പിതാവിനാൽ അവൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ വചനമെന്ന ദൈവത്തിൻ്റെ പുത്രൻ നമ്മെ കാലസമ്പൂർണതയിൽ വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് നിർവഹിച്ചവൻ തൻ്റെ അഭാവത്തിൽ, തൻ്റെ അക്ഷരീയമായ അഭാവത്തിൽ അവിടെ നിന്ന് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മെ രൂപപ്പെടുത്തുവാൻ ഏൽപ്പിച്ചിട്ട് പിതൃസവിധം ഇന്നും അവിടെ നിന്നിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ വീക്ഷണം. അപ്പോൾ ഇങ്ങനെയുള്ള ആ മനോഹാരിതയിൽ ഇന്ന് എന്നിലും നിങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റ് അഥവാ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വീക്ഷണത്തിലാണ് ഞാൻ ഇന്ന് ഈ ചിന്ത തുടങ്ങിയത്. ഒരു നീണ്ട മുഖവരയായി ക്ഷമിക്കണം, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ്? അതൊരു വ്യക്തിയാണ് തീർച്ചയായും. കാരണം ബൈബിളിൽ മനുഷ്യാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ അത് എന്നാണ് മനുഷ്യാത്മാവിനെ പറയുന്നത്, ഒരു നപുംസലിംഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ വരും. അവൻ എന്ന ആർട്ടിക്കിൾ ആ കൃത്യതയോടുകൂടി അവൻ എന്ന് അവിടെ ആ അഭിസംബോധന കൊണ്ട് അതൊരു വ്യക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. വീണ്ടും യെശയ്യാ പറയാണ്,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. യെശയ്യാവ് കൃത്യതയോടുകൂടി പറയുന്നു, അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ, പരിശുദ്ധാത്മാവിനോട് മറുതലിച്ചു ഇത്യാദി പ്രയോഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ സാധിക്കും. നമുക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടൂല. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആവസിക്കുമ്പോൾ, വന്ന് വിളങ്ങുമ്പോൾ, അവനിൽ ഇറങ്ങുമ്പോൾ, അവനിൽ വാസം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ മുതൽ നമ്മൾ കാതലായി ഒരു പഠനം നടത്തേണ്ടതുണ്ട്. വിശേഷിച്ച് ക്രൈസ്തവർക്ക് ഈ ഒരു അനുഭവമില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ആ ക്രിസ്തീയ ജീവിതം അല്ല നയിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ക്രിസ്തീയ ജീവിതത്തിന്റെ ആ സുഖം, ആ സന്തോഷം അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിതത്തിലാണ്, ആത്മനിറവിൻ ജീവിതത്തിലാണ്, ആത്മാവിലുള്ള ആ ഗാഢമായ ബന്ധത്തിലാണ്. അത് ലഭിക്കാത്തിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു തത്വം എന്നതിനപ്പുറത്ത്, ദൂരത്ത് നിന്ന് കണ്ടതിനെ ഗ്രഹിക്കുന്ന ഒരു പഠിതാവ് എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരാനാവില്ല. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങൾ കേവലം ക്രിസ്തീയ തത്വങ്ങളും വേദപുസ്തക ചിന്തകളും വായിച്ചു പഠിക്കുന്ന ഒരു ജ്ഞാനിയോ ഒരു പഠിതാവോ വ്യാഖ്യാനിയോ എന്ന പരിമിതി വിട്ടിട്ട് ക്രിസ്തുവിനോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ തീവ്രാനുരാഗത്തിൻ്റെ ഊഷ്മളമായ ബന്ധങ്ങളെ എന്നും പുലർത്തുന്ന ഒരു നവസൃഷ്ടിയായി തന്നെ തീരേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അക്ഷരികമായ ഒരു ഇറങ്ങുവരവ് മനുഷ്യന് വേണ്ടി ലഭിക്കുന്നത് എന്ന് ഞാൻ പറയും. ബേദലഹീം എന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണല്ലോ ദൈവപുത്രൻ കന്യകാജനനത്തിന് വിധേയനായത്. ദൈവപുത്രന്റെ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷനായി അവിടെ വെളിപ്പെട്ടു വന്നത് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷനാണ് അവിടെ സംഭവിച്ചതെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജഡത്തിൽ ഇറങ്ങി വന്ന സ്ഥലമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ലെ ജെറുസലേമിലെ പ്രസിദ്ധമായ ആ മാളിക. ആ വരവിൽ ഒരു കാഴ്ച കണ്ടു. ഓരോരുത്തന്റെ മീതെ പരിശുദ്ധാത്മാവ് പിളർന്നിരിക്കുന്ന അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളാൽ പതിഞ്ഞു എന്ന ഒരു വാക്യമാണ്. പതിയുക, അവനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആ മുദ്ര വന്ന് ഭവിക്കുക, അവനിൽ പതിഞ്ഞു, ആ തീനാളങ്ങൾ അവനിൽ പതിഞ്ഞു. അവന് ഒരു പുതിയ ഉന്മേഷത്തിന്റെ, ഊർജദായകമായ ഒരു അഭിനിവേശത്തിന്റെ, ഒരു ഉന്മാദത്തിന്റെ, ഒരു അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. ആ തീവ്രമായ ആ പ്രത്യേക സാഹചര്യത്തിൽ, വിവരണാതീതമായ ആത്മനിർവൃത്തിയുടെ ആ ഘട്ടത്തിൽ അവൻ്റെ നാവിൽ നിന്ന് അന്യഭാഷ എന്ന ഒരു പുതിയ അനുഭവം അവന് രൂപപ്പെടുകയാണ്. അന്യഭാഷ എന്ന ആ പദത്തിൻ്റെ തന്നെ അർത്ഥം നമുക്ക് അന്യമായ ഭാഷ, അന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമുക്ക് സംസാരിക്കുന്നവൻ അന്യമാണ്, അത് മാത്രമേ അതിനർത്ഥമുള്ളൂ. അവൻ സ്വന്തമായി മെനഞ്ഞ ഭാഷയല്ല. അവൻ്റെ നാവിൽ വന്ന് ആ ഭാഷയിൽ ഇങ്ങനെ സംഭാഷണം പുറത്തോട്ട് വരികയാണ്. ഈ ഉച്ചസ്ഥായിയായ ശബ്ദം പുറത്തേക്ക് വ്യാപിച്ചപ്പോൾ അവിടെ നിന്ന് ധാരാളം ആളുകൾ ഓടി വന്നു. കാരണം അന്ന് ഉത്സവ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് പെന്തക്കോസ്ത്. ആ ഉത്സവത്തിന് വേണ്ടി വന്ന യഹൂദാ ജനസഹസ്രങ്ങൾ പലയിടത്ത് കിടപ്പുണ്ട്. അവരെല്ലാം കൂടി ഓടി വന്നു. ഇതെന്താണ് ഈ ശബ്ദം? കേട്ടു വന്നപ്പോൾ 2 തരം പ്രതികരണങ്ങളുണ്ടായി. ഒന്ന്, ഇത് മനസ്സിലായി. ചിലർക്ക് മനസ്സിലായവർ പറഞ്ഞു, ഇവർ ഗലീലക്കാരാണ്, ഇല്ലിറ്ററേറ്റാണ് ഗലീലിയക്കാർ താരതമ്യേന. അവർക്ക് വിദ്യാഭ്യാസപരമായ കുറവുകളുണ്ട്. അവരെ ഗ്രാമാന്തരീക്ഷം വളരെ ചെറുതാണ്. അതുകൊണ്ട് യേശുവിനെ കളിയാക്കി വിളിച്ചിരുന്നു, ഗലീലിയൻ എന്ന് വിളിച്ചിരുന്നു. ആ പരിഹാസ ശബ്ദം ഒരിക്കൽ കൂടി ഉയർത്തിയിട്ട് ചോദിച്ചു, ഇവരൊക്കെ ഗലീലിയക്കാരല്ലയോ? ആ ശബ്ദത്തിന്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞു, എന്നിട്ട് നാം ഓരോരുത്തരും ജനിച്ച, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു. രണ്ടാമതൊരു കൂട്ട് പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് ഖണ്ഡനം നടത്തിക്കൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പ്രസംഗം പിറവി കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ആത്മനിറവിനെ തെറ്റിദ്ധരിച്ചവനെ പഠിപ്പിച്ചുകൊണ്ടാണ് ക്രൈസ്തവ സഭയുടെ പ്രഥമ പ്രസംഗം പത്രോസ്ലീഹ ആരംഭിക്കുന്നത്. ആ പണി ഇന്നും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മനിറവിനെ തെറ്റിദ്ധരിച്ച് ഇത് വീഞ്ഞു കുടിച്ചു എന്ന് പരിഹസിക്കുന്നവർ, ഇത് ആത്മനിറവിനെ നിരാകരിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന, ഏതെല്ലാം രൂപത്തിൽ അത് തെറ്റ് എന്ന് പറയാൻ വേണ്ടി വൃഥാ വാചാലരായിത്തീരുന്ന ആളുകൾക്ക് നടുവിലാണ് ഞങ്ങൾ ഇത്തരം ചിന്തകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൽ ഭാരമില്ല. ഞങ്ങളുടെ അന്ന് തുടങ്ങിയ ആ കണ്ണന ശുശ്രൂഷ ഞങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യേശുവിൻ്റെ വരവ് വരെ ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഇത്തരം കളകൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലെങ്കിലും നിഷ്പക്ഷമതികൾക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തിനാണിത് പറഞ്ഞതെന്നറിയില്ലേ? പിന്നീട് ഇങ്ങോട്ട് പലയിടങ്ങളിൽ അന്യഭാഷാ ഭാഷണമുണ്ടായി. ആത്മനിറവ് വന്നപ്പോൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ശമര്യക്കാരുടെ ഇടയിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. ഈ എഫസോസിൽ ദൈവകൃപ വ്യാപരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവരും അന്യഭാഷ പറഞ്ഞു. നിങ്ങളവിടെ ശ്രദ്ധിച്ചേട്ടെ, അവിടെ ഒരു വ്യാഖ്യാനിയില്ല.
അവിടെ കേട്ട ആർക്കും മനസ്സിലാകുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്, അവിടെ ഈ അഗ്നിജാല പോലെ പിളർന്ന നാവുകളില്ല, അവിടെ കൊടിയ കാറ്റടിക്കുന്ന പോലുള്ള ശബ്ദവുമില്ല. പക്ഷെ അന്യഭാഷയുണ്ട്. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആദ്യം കണ്ട ആ രീതിയുടെ ഒരു ഫോട്ടോ കോപ്പി പോലെ നല്ല, പിന്നെ കോപ്പി ബുക്ക് ശൈലി പിന്നെ ആവർത്തിക്കല്ല. അന്യഭാഷ ആ ഭാഷാഭാഷണം തുടരുന്നുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, ആരും മനസ്സിലായതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ആ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞ സംഭവങ്ങളെ അതിൻ്റെ ആകത്തുകയിലെടുത്താൽ ആത്മനിറവനുഭവങ്ങൾ വന്ന മിക്കയിടത്തും, ഒരിടത്തൊഴികെ ബാക്കി എല്ലായിടത്തും അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് തന്നെ കാണുന്നുണ്ട്. അങ്ങനെ അന്യഭാഷാ ഭാഷണം സഭയുടെ അനുപേക്ഷണീയമായൊരു ഘടകമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ അന്യഭാഷാ ഭാഷണം ആളുകൾ തെറ്റായ നിലയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഏത് കൃപാവരവും മനുഷ്യൻ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവചനം തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമം മുതലേ കള്ളപ്രവാചകന്മാരുണ്ട്. രോഗശാന്തി വ്യാജമായി കൊടുക്കാൻ ശ്രമിച്ചവരുണ്ട്. നെഹെമ്യാവിൻ്റെയും മറ്റും പണി തടസ്സപ്പെടുത്താൻ വേണ്ടി കള്ളപ്രവാചകിമാരെ ശട്ടം കെട്ടിക്കൊണ്ട് ദൂത് പറയിച്ചവരുണ്ട്. ഈ കള്ളങ്ങൾ നിലനിൽക്കുന്നു എന്ന് കരുതിക്കൊണ്ട് എല്ലാം കള്ളങ്ങളായി കാണുന്നതാണ് ചിലരുടെ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ഞാനിവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു, ആ വ്യാജന്മാർക്ക് നിലനിൽക്കാൻ നിന്റെ ചുവരുകൾക്ക് OMG. ഏതാ പെയിന്റ്? പുതിയ ബിർള ഓപ്പസ്. മുൻപ് അടിച്ചിരുന്നത് തന്നെ അടിച്ചാൽ മതിയായിരുന്നു. പുതിയ ബിർള ഓപ്പസ് പെയിന്റ്സ് ഫർണിച്ചർ മാർക്സിൽ നിന്നും സംരക്ഷണം. കണ്ടോ? മുൻപ് അടിച്ചിരുന്നത് തന്നെ അടിച്ചാൽ. ഇവര് പഴയ കാലത്തിൽ തന്നെ ജീവിക്കട്ടെ. നിങ്ങൾ തിരഞ്ഞെടുക്കൂ പുതിയ ബിർള ഓപ്പസ് പെയിന്റ്സ്. കഴിയുന്നത് തന്നെ ശരിയുണ്ട് എന്നതിൻ്റെ പേരിലാണ്. ശരിയുടെ മറവിലാണ് വ്യാജൻ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്കതറിയാം. നിങ്ങൾക്കും എനിക്കും 300 റുപ്യയുടെ ഒരു കള്ളനോട്ട് കാണാൻ സാധിക്കുന്നില്ല, ഒരു കറൻസി. കാരണം 300ന്റെ ശരി നോട്ടില്ല എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് 25 രൂപയുടെ ഒരു നോട്ട് കാണാൻ സാധിക്കുന്നില്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. അപ്പോൾ ഒറിജിനലിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നത്. അതൊരു സാമാന്യ തത്വമാണ്. അപ്പോൾ വ്യാജപ്രവചനമുണ്ട്. ശരിയായ പ്രവചനം ഉള്ളത് കൊണ്ടാണ് വ്യാജനം ഉണ്ടാകുന്നത്. ശരിയായ അന്യഭാഷാ ഭാഷണം നിലനിൽക്കുന്നതുകൊണ്ടാണ് വ്യാജ അന്യഭാഷാ ഭാഷണം നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു ചില വിശകലനങ്ങളിലേക്ക് പോകാം. ഈ അന്യഭാഷാ ഭാഷണം ക്രമരാഹിത്യത്തോടെ, അച്ചടക്കരാഹിത്യത്തോടെ ഒക്കെ ഉപയോഗിച്ച കൊരിന്തിലെ സഭയ്ക്ക് വളരെ കൃത്യതയാർന്ന ഒരു ഡിസിപ്ലിൻ കൊടുക്കുകയാണ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ. അത് പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകുന്നു പ്രിയപ്പെട്ടവരെ, അന്യഭാഷ വിലക്കരുതെന്നാണ്. അന്യഭാഷ എന്താണെന്ന് അവിടെ പറയുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 14:2. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബ്രദർ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വലിയൊരു ഗുരുതരമായ തെറ്റിവിടെ ഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ബൈബിളാണ് വായിക്കേണ്ടത്, ബൈബിൾ കൊണ്ടാണ് തെളിയിക്കേണ്ടത്, ബൈബിളാകണം വീക്ഷണഗതികളുടെ ഉള്ളടക്കം എന്നിരിക്കെ തങ്ങളുടെ സ്ഥാപക നേതാക്കളുടെയും പൂർവികരുടെയും പഠിപ്പിക്കലുകൾക്ക് തെറ്റുപറ്റില്ല എന്ന ഒരു നിഗൂഢമായ വിശ്വാസം പുലർത്തിക്കൊണ്ട് ബൈബിൾ സത്യങ്ങളെ നിരാകരിച്ചു കളയുന്ന എൻ്റെ ബ്രദറൻ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്. ബൈബിളാണ് നിങ്ങളുടെ ചിന്താഗതികളുടെ മാനദണ്ഡമെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. കാരണം അവിടെ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. ഇവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പ് പ്രചരിക്കുകയാണ്. ആ ക്ലിപ്പിൽ കാണുന്നത് അന്യഭാഷ പറയുന്ന ഒരാളുടെ അന്യഭാഷാ ഭാഷണത്തിൻ്റെ ആ ഭാഗം എടുത്ത് ഇട്ട് ചർച്ച ചെയ്യുകയാണ്. എന്താണതിൽ ഇവർ മുമ്പോട്ട് വെക്കുന്ന തെറ്റെന്നറിയണ്ടേ? ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്ത് തരം ഭാഷ? എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ES തോമസും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട OJ ജോൺ സാറും ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ അന്യഭാഷ പറയുന്നവരെ പരിഹസിച്ചുകൊണ്ട് അവരുടേതായ അന്യഭാഷ എഴുതിയിടാറുണ്ട്. അതിലെനിക്ക് പരിഭവമില്ല. കാരണം അവർക്കിത് അറിയാത്തത് അവരുടെ പ്രശ്നമല്ല, അവർ പണ്ഡിതന്മാരാണ്. പക്ഷേ അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഇത്തരത്തിൽ ഒരു യഥാർത്ഥ ബൈബിൾ സത്യങ്ങളിലേക്കുള്ള യാത്രയുടെ വഴി തടയുന്നു. അവർ ആ സമൂഹത്തെ ഭയക്കുന്നു. അതുകൊണ്ടാണ് സത്യം ഇങ്ങനെ അല്ലെന്നറിഞ്ഞിട്ടും സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്നില്ല. ഈ സുഹൃത്തുക്കളൊക്കെ ഈ സത്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ, ഈ ആത്മനിറവിൻ്റെ ഈ ആഴങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിച്ചിരുന്നെങ്കിൽ അവർ ഇന്നായിരിക്കുന്ന അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിമത്തായി വളരേണ്ടവരാണ് ജീവിതത്തിൽ. അവരുടെ മുഴുവൻ ജീവിതത്തിൻ്റെ പിന്നോട്ടടികളുടെ പ്രധാന കാരണം ഈ ആത്മനിറവിനെ നിരസിക്കുന്ന ഒരനുഭവം കൊണ്ടാണ്. ബ്രദറൻ സഭകളുടെ മൊത്തത്തിലുള്ള പരാജയം, അവിടെയെങ്ങും ചൈതന്യമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് കേൾക്കാനാവില്ല, അവിടെയെങ്ങും ജീവസുറ്റൊരു പ്രസംഗം കേൾക്കാൻ സാധിക്കുകയില്ല. പരേതനായ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ES തന്നെ പലപ്പോഴും പറയുന്ന വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു പെന്തക്കോസ് യോഗത്തിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഇതൊരു യോഗമാണെന്ന് എനിക്ക് തോന്നും.
ഒരു ബ്രദറൻ യോഗത്തിലാണ് നിൽക്കുന്നതെങ്കിൽ താൻ നിൽക്കുന്നത് ഒരു ശ്മശാനത്തിലാണ് എന്ന് തോന്നും. അതൊരു സത്യമല്ലേ? നിങ്ങളിങ്ങനെ നിർജീവമായതിൻ്റെ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ മുരടിച്ചു പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആത്മനിറവിനോട്, ദൈവവചനത്തോട് കൃത്യതയോടെ യേശുവിൻ്റെ വരവ് വരെ ഉപയോഗിക്കാൻ ദൈവസഭയ്ക്ക് ദൈവം നൽകിയ വരങ്ങൾ, ആ വരങ്ങളെ അടയാളപരമെന്നും അല്ലാത്തവരമെന്നും വെട്ടിമാറ്റി കുറേ വഴിയിൽ വെച്ച് നിന്നുപോയി എന്നും ഒരു പുസ്തകം ബൈൻഡ് ചെയ്ത് ദൈവം നമ്മുടെ തന്നെന്നും അതാണ് പൂർണ്ണമായതെന്നും ഏതോ ഒരു തിരുമണ്ടൻ പഠിപ്പിച്ചു. ആ വാക്കുകൾ ഏറ്റുപാടിക്കൊണ്ട് സത്യമെന്തെന്നറിയാൻ ഒരു മനസ്സുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരനുഭവം. പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങി. അംശമായത് എന്താണ്, പൂർണ്ണമായത് എന്താണ് എന്നതിലൊന്നും ഒരു കൃത്യതയാർന്ന ഉത്തരമില്ലാതെ പോയി ഇവർക്ക്. AD 90 ഇത് തീർന്നു പോയതെന്ന് ചിലരും, 100 ചിലരെന്നും, ക്രോഡീകരിച്ചപ്പോഴാണ് ചിലരെന്നും വ്യത്യസ്ത ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സത്യത്തെ കണ്ണടച്ചു കളയാൻ തുടങ്ങുന്ന കാഴ്ച. 7 സംവാദങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി എനിക്ക് നടത്താൻ അവസരമുണ്ടായി. ഇവരെല്ലാം 7 തരം അഭിപ്രായങ്ങളോടെ, 7 വീക്ഷണഗതികളോടെ പരമപ്രധാനമായ തിരുവചന സത്യത്തെ കണ്ണടച്ച് കൊട്ടിക്കളയുന്ന ഒരു ദയനീയമായ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഞാൻ പറയട്ടെ, ഇന്നും ഈ കൃപാവരങ്ങൾ നിലനിൽക്കുന്നു. ആ കൃപാവരങ്ങൾ എവിടെ വരെ നിലനിൽക്കും? യേശുവിൻ്റെ വരവ് വരെ. തെളിവെന്താ? 1 കൊരിന്ത്യർ 1:7 പറയുകയാണ്, ഇങ്ങനെ സകല കൃപാവരങ്ങളിലും ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 14 പറയുന്നത് കോരിന്തിലെ പ്രത്യേക സാഹചര്യമാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ ലേഖനങ്ങൾക്കും പ്രത്യേക സാഹചര്യമുണ്ട്. പക്ഷെ അത് കാലത്തെ അതിജീവിക്കുന്ന ആപ്ലിക്കേഷൻ, പ്രായോഗികത ആ വചനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് ഇത്രയും പറയുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബാല്യകാലം, നന്നേ ചെറുപ്പത്തിലെ ഞാൻ സുവിശേഷം കേട്ട് മുമ്പോട്ട് വന്നു. ആ ഘട്ടത്തിൽ എനിക്കിതിനെക്കുറിച്ചുള്ള ഒട്ടേറെ ആശങ്കകളും സംശയങ്ങളും ഉണ്ടായിരുന്നു. സംശയത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചത് എനിക്ക് പ്രയോജനമായി. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരും നിങ്ങളുടെ സംശയങ്ങൾ ബലപ്പെടട്ടെ. ആ ബലപ്പെട്ട സംശയം കൊണ്ട് നിഷ്പക്ഷമതികളായിട്ട് അന്വേഷിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യം അറിയാനായിട്ട് സാധിക്കും. എന്തിനാണ് പറയുന്നത്? ആ ഘട്ടത്തിൽ ഞാൻ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരെ പോലെയും ഞാനും വിശ്വസിച്ചു എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്. ഈ പരിശുദ്ധാത്മാവുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞ മൂല്യരാഹിത്യങ്ങൾ എന്നെയും ദുഃഖിപ്പിച്ചു, വേദനിപ്പിച്ചു. ആ ദുഃഖം തിരുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട് എന്ന സത്യത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നില്ല. എന്നാൽ സംഭവിച്ചത്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു കർത്തൃദാസൻ വന്നു. പാസ്റ്റർ മാങ്ങാനം ജോസഫ് എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസൻ. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാത്ത പഴയ തലമുറ ഉണ്ടാവില്ല. പുതിയ തലമുറയ്ക്ക് വേണ്ടി പറയട്ടെ, അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു ശുശ്രൂഷ പ്രവചനാത്മാവിൽ ദൂതറിയിക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു ശുശ്രൂഷ ആത്മനിറവിന് വേണ്ടി, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ വേളയിൽ ചിലർ അന്യഭാഷകളിൽ സ്തുതിക്കുന്ന അനുഭവം, ആ അഭിഷേകത്തിൻ്റെ അത്തരമൊരു ശുശ്രൂഷ ദൈവം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം ശുശ്രൂഷിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുന്ന വേളയിൽ ഞാൻ ആ സ്ഥാപനത്തിലെ സ്റ്റുഡൻസ് ലീഡറാണ്. അപ്പോൾ എനിക്കൊട്ടെ കുറേ അധികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചുമതലകൾ നിർവഹിച്ച ശേഷം ഏറ്റവും പുറകിലാണ് വന്നിരിക്കുന്നത്, യോഗത്തിന് വന്നിരിക്കുന്നത്. രണ്ടാമതായി, എനിക്ക് ഈ ശബ്ദകോലാഹലങ്ങളിൽ അധിഷ്ഠിതമായ ആ യോഗത്തോട് താല്പര്യമില്ല. അതിലൊന്നും വലിയ കാര്യമില്ല, കഴമ്പില്ല എന്ന് തോന്നിപ്പോവുകയാണ്. ആ ഘട്ടത്തിൽ ഞങ്ങളൊരു 3 പേര് ഏറ്റവും പുറകിലുണ്ട്. ഞങ്ങൾ 3 പേര് സംശയിക്കുന്ന ആളുകളായിരുന്നു. സംശയിക്കുന്ന ആളുകളിൽ ഒരാൾ ഒരു കത്തോലിക്ക പുരോഹിതനായി പഠനം തുടങ്ങിയിട്ട് വിശ്വാസ ജീവിതം സ്വീകരിച്ച് മുമ്പോട്ട് വന്ന ഒരു സജീവറീസച്ചായനാണ്. അച്ഛൻ പാസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കും. അങ്ങനെയുള്ള ദിവാസനാണ്. മറ്റൊരാൾ ഇന്ന് ഇപ്പോൾ IPCയുടെ ഒരു ശുശ്രൂഷകനായിട്ട് സുദീർഘ വർഷങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കോസ് പാസ്റ്ററാണ്. ഞങ്ങൾ 3 ആളുകൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാനിവരിൽ താരതമ്യേന പ്രായം കുറഞ്ഞ ആളായിരുന്നു. ഒരുമിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ കമൻറ്റുകളൊക്കെ പാസ്സാക്കി നിൽക്കുകയാണ്. പക്ഷേ ഏതോ ഒരു ഉള്ളുവിളി പോലെ ഈ സജീവറീസച്ചായൻ ഒത്തിരി മുമ്പിൽ പോയി. അദ്ദേഹം പിന്നെ ഞങ്ങൾ കാണുന്നത് പന്ത് തെറിക്കുന്ന പോലെ തെറിച്ച് അന്യഭാഷകളിൽ ചാടി ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എനിക്കും ഈ മാർക്കോസച്ചായനും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. ഇത് അപ്പോൾ ഈ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ മാങ്ങാനം ജോസഫ് അവറുകൾ പറഞ്ഞു, നിങ്ങളിൽ അന്യഭാഷാ ഭാഷണം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നൊരു അവിശ്വാസം, ഇത് മാങ്ങാനം കൈവെക്കുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല, എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല. ആ കടുംപിടുത്തത്തോടെ നിൽക്കുമ്പോൾ ഒരു ദൂത് പോലെ അദ്ദേഹം പറയുകയാണ്, ഇത് മാങ്ങാനം തരുന്നതല്ല. ഞാൻ എന്ത് മനസ്സിൽ ചിന്തിച്ചോ അതേപോലെ ആ ദിവസം പറയുകയാണ്, ഇത് മാങ്ങാനം തരുന്നതല്ല, ഇത് തമ്പുരാൻ തരുന്നതാണ്, ഇത് സൗജന്യമാണ്, ഇത് തൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യമാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും, അത്രമാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മാർക്കോസ്ചാനും പോയി. അദ്ദേഹവും ഉച്ചത്തിൽ അന്യഭാഷ പറയുന്ന കാഴ്ചയാണ് പിന്നെ ഞാൻ കണ്ടത്. ഞാൻ ആ വഴി പോയില്ല.
എനിക്കെന്തോ പോകാൻ അപ്പോഴും തോന്നിയില്ല. ഞാൻ ഈ പ്രിയപ്പെട്ട പാസ്റ്റർ മാങ്ങാനം ജോസഫ് അവർക്ക് ആഹാരം കൊണ്ടു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുഴങ്കാൽ മടക്കി അദ്ദേഹം ദൂത് പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി വ്യാജ പ്രവാചകന്മാരെ കണ്ട് മനസ്സുമടുത്തവനായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചർച്ചുകളിൽ വന്നിട്ട് ഇത്തരം വ്യാജമടിച്ചു വിടുന്ന ആളുകളെ ഇഷ്ടം പോലെ കണ്ടിട്ട് മടുത്തു പോകുന്ന ഒരാളായിരുന്നു. പ്രവചനത്തോട് വ്യാജമായ ഇടപെടലുകളോട് എന്നും കലഹിച്ചു പോകുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ പ്രിയപ്പെട്ട കർത്തദാസൻ അതിശക്തമായൊരു ദൂത് കൊണ്ട് എൻ്റെ ഉള്ളത്തെ കീറി മുറിച്ചു. എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവിതത്തെയും മൊത്തം അതിശക്തമായ ഒരു ഭാരം അങ്ങോട്ട് വന്നിട്ട് അസഹനീയമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ജീവിതത്തിൽ ഇന്ന് കാണുന്ന നിലയിൽ ഒരു പ്രഭാഷകനോ അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളോ ഒക്കെ ആകുമെന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാലത്ത് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷരാകുന്ന ആളുകളെക്കുറിച്ച്, വേദികളെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളെക്കുറിച്ച് അതിശക്തമായി ദൂതറിയിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും കാലങ്ങൾക്കപ്പുറത്ത് ആ കർത്തൃദാസൻ പറഞ്ഞ ദൂത് എൻ്റെ സ്ഥിരാനരമ്പുകളിൽ ഒരു ലഹരി പോലെ പടർന്നു കയറുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് തനിമയാർന്നൊരു സുഖത്തോടെ ഇപ്പോഴും ആ പ്രവചനാത്മാവിൻ്റെ ശക്തിയോടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം ഈ ഘട്ടത്തിലും സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. അനിർവചനീയമായ ആ ജീവിതത്തിൻ്റെ പ്രചോദനമാണ് എന്നെ ഏത് കഷ്ടതയിലും പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പലപ്പോഴും ഒട്ടേറെ ജീവിത ഉത്തരവാദിത്വങ്ങളിൽ, ദാരുണമായ ജീവൽ പ്രതിസന്ധികളിൽ, ഒറ്റപ്പെടലുകളിലൊക്കെ തകരാതെ മുമ്പോട്ട് പോകാൻ എനിക്ക് പ്രചോദനമായി ഭവിച്ചത് എൻ്റെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ആത്മശക്തിയുടെ പ്രചോദനം എനിക്ക് ഉൾപ്പുളകമായി, ഒരു പുതിയ അനുഭവമായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ എൻ്റെ കൺട്രോളെല്ലാം പോയി. ഞാനൊരു കച്ചിത്തുരുമ്പ് പോലെ സ്വയം ചുരുങ്ങി. എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവിൻ്റെ സ്പർശം ഇറങ്ങി വന്നു. എൻ്റെ നാവ് ചലിക്കാൻ തുടങ്ങി. ഞാൻ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി. കണ്ണീര് കേവലം കണ്ണീരല്ല, ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ഗദ്ഗത കണ്ഠനായി ഞാൻ അലറിക്കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ കരച്ചിൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ചില ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നിന്നു. മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. ആരെ കണ്ടാലും കരയും. ആ ഒരാഴ്ചയുടെ ഘട്ടം കഴിയുമ്പോൾ ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ ഒരാഴ്ച മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സുഖമുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ കർത്താവ് കൂടെയുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വിലമതിക്കാനാവാത്തതാണ്. എൻ്റെ കർത്താവ് തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അവിടുത്തെ പരിശുദ്ധ ആത്മാവിനെ പാവപ്പെട്ടവൻ്റെ ഉള്ളിലേക്ക് നൽകി തന്നു. ബാക്കിയെല്ലാം നടന്നാലും ഇല്ലെങ്കിലും എത്ര ആനന്ദം! അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അനുഭവിച്ച ആ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സുഖം, ആനന്ദം ആത്മനിറവിനാൽ ലഭിച്ചതാണ്. പ്രിയമുള്ളവരെ, ആ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ആത്മീയ വർധന, കർത്താവിനോട് ഹൃദയംഗമായി സംസാരിക്കുക. അപ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? മറ്റൊരാൾക്ക് മനസ്സിലായാൽ അത് അന്യഭാഷയല്ല. എന്താണ് കാരണം? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നോട്ട് ടു മേൻ, മനുഷ്യരോടല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അടുത്തിരിക്കുന്നവനോടല്ല, സഹജീവിയോടല്ല, പാസ്റ്ററോടല്ല, കേൾവിക്കാരനോടല്ല, പെന്തിക്കോസ്തുകാരോടല്ല, ബ്രദറുകാരോടല്ല, ആരോടുമല്ല. അവൻ ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഇതാണ് ബൈബിളിൻ്റെ കൃത്യതയാർന്ന ആ നിലപാടും ഉപദേശവും. അതുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ ആളുകൾ അന്യഭാഷാ ഭാഷണത്തെ, അതിൻ്റെ പ്രയോഗത്തെ പരിഹസിക്കുന്ന ഒരു ലോകത്ത്, ദൈവമക്കളെ, ഞാൻ ആത്മാഭിമാനത്തോടെ പറയുന്നു, എനിക്ക് അന്യഭാഷയുണ്ട്, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം, ഞാനതിൻ്റെ മീതെയുള്ള ദൈവം നൽകിയ അച്ചടക്കം മാനിച്ചേ സംസാരിക്കുകയുള്ളൂ. ആത്മനിറവില്ലാത്തവൻ അകത്ത് വന്നിട്ട് എന്നെ പരിഹസിക്കാൻ ഞാൻ ഇട കൊടുക്കയില്ല. ആത്മവരമില്ലാത്തവൻ അകത്ത് വന്നിട്ട് എന്നെയും സമൂഹത്തെയും പരിഹസിക്കാൻ ഇട കൊടുക്കയില്ല. എൻ്റെ സ്വകാര്യതകളിൽ, എൻ്റെ സഹവിശ്വാസി സമൂഹത്തിൽ, വിമർശിക്കപ്പെടാൻ ഇടയില്ലാത്ത മണ്ഡലങ്ങളിൽ ഒക്കെ ഞാൻ ആത്മാവിൻ ശക്തിയോടെ അന്യഭാഷകളിൽ ആരാധിക്കും. കാരണം അതെൻ്റെ ആത്മവർദ്ധനയാണ്, അതെൻ്റെ ജീവിത സായുജ്യമാണ്, ജീവിതത്തിൽ രക്ഷയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗജന്യവും ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനവുമെങ്കിൽ അത് കഴിഞ്ഞ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സുഖമെന്ത് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ യേശു കർത്താവിൻ്റെ ആത്മാവിനെ, എനിക്ക് വേണ്ടി അവിടുന്ന് അയച്ച കാര്യസ്ഥനെ ഈ ഉള്ളത്തിൽ ഏറ്റെടുക്കാനും ആത്മാവിൽ സന്തോഷിക്കുവാനും അവിടുന്ന് തന്ന ആ ഗിഫ്റ്റാണ്. അതുകൂടാതെ ആരെങ്കിലും ഇന്ന് കേൾക്കുന്നെങ്കിൽ, പിതാവ് സൃഷ്ടാവെന്ന നിലയിൽ ആ ഉലകത്തിൻ്റെ മഹിമ മുഴുവൻ നമ്മൾ പിതാവിലൂടെ കണ്ടതുപോലെ, പുത്രൻ നമുക്കായി ഒരുക്കിയ രക്ഷാകരണ പദ്ധതിയെ ആസ്വദിച്ചതുപോലെ,
ദൈവാത്മാവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ചൈതന്യം അത് അടിയനിലേക്കും ഇറങ്ങി വരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. തീർച്ചയായും തമ്പുരാൻ അത് തരുവാൻ ശക്തനാണ്. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ ഈ ആത്മനിറവും കിട്ടിയിട്ടുണ്ട്. അവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുരുപയോഗം ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടാകാം, അത് തെറ്റായ നിലയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഇതൊന്നും എൻ്റെ വിശ്വാസത്തിൻ്റെ ആ ശ്രേഷ്ഠതയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ അർത്ഥവത്തായ ആത്മനിറവിനെയാണ്, ബിബ്ലിക്കലായ വേദാധാരമുള്ള അപ്പോസ്തോലികമായ കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ ആത്മാവ് ഹൃദയത്തിൽ വസിക്കുന്നിടത്തോളം ഞാൻ പറയുന്ന അന്യഭാഷ വേദാപുസ്തക അധിഷ്ഠിതമാണ്. അതല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരുത്തനും ഭൂമി മലയാളത്തിലില്ല എന്ന് നിസ്സംശയം വിളിച്ചു പറയാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി നൽകിയ കൃപാവരങ്ങളെ അടയാളവരം, അല്ലാത്തവരം, വേണുന്നവരം, വേണ്ടാത്തവരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെട്ടിത്തിരിച്ച് ഒരു പരുവമാക്കിയിട്ട് വേദപുസ്തക സത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ഈ കപട വ്യാഖ്യാന ശാസ്ത്രങ്ങളെ മുഴുവൻ വിട്ടിട്ട് നിങ്ങൾ തിരുവെഴുത്തിലേക്ക് തിരിയുക, ക്രിസ്തുവിലേക്ക് തിരിയുക. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മനിറവിൻ സമൃദ്ധി അനുഭവിച്ചു പോകാൻ ദൈവം ഈ വചനം കേൾക്കുന്ന ഏവർക്കും കൃപയും പ്രാപ്തിയും ദൈവനിയോഗവും തരട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.